എക്സാമിന് വേണ്ടി പഠിക്കുന്ന കുട്ടികൾക്ക് മെമ്മറി ബൂസ്റ്റപ്പ് ചെയ്യാനുള്ള ചെറിയ ടിപ്സ്, ന്യൂറോ സയൻറ്റിഫിക് ടിപ്സ്. ഇടവിട്ട് പഠിക്കുക. പഠിക്കുന്ന കാര്യങ്ങൾ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പഠിച്ചിട്ട് കാര്യമില്ല. ഇന്ന് പഠിച്ച കാര്യങ്ങൾ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ ഓർത്തെടുക്കാൻ ശ്രമിക്കുമ്പോൾ അത് മറന്നിട്ടുണ്ടാകും. കാരണം അത് ഷോർട്ട് ടേം മെമ്മറിയിൽ മാത്രമേ നിലനിന്നിട്ടുള്ളൂ. നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ ഒരു 24 മണിക്കൂറിനുള്ളിൽ ഓർത്തെടുക്കുകയാണെങ്കിൽ അത് കൂടുതൽ സമയം ഓർമ്മയിൽ നിൽക്കും. പിന്നെ ഒരാഴ്ച, പിന്നെ ഒരു മാസം, ഇങ്ങനെ നമ്മൾ അത് റീകോൾ ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ ലോങ് ടേം മെമ്മറിയിൽ, നമ്മുടെ ബ്രെയിനിൽ സേവ് ആകും. ആക്റ്റീവ് റീകോൾ മെത്തേഡ്. പഠിച്ച പുസ്തകം നമ്മൾ അടച്ചു വെക്കുകയും നിങ്ങൾ നിങ്ങളോട് തന്നെ ക്വസ്റ്റ്യൻ ചോദിച്ച് ആൻസർ പറയാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ മെമ്മറി കൂടുതൽ ബൂസ്റ്റായി മാറും. വിഷ്വലൈസേഷൻ ടെക്നിക്ക്. അക്ഷരങ്ങളിലൂടെ അല്ലാതെ പഠിക്കുന്ന കാര്യങ്ങൾ വിഷ്വൽ ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. വിഷ്വൽ മെമ്മറി ബ്രെയിനിൽ അക്ഷരങ്ങളെക്കാൾ കൂടുതൽ സ്ട്രോങ് ആയി ഹോൾഡ് ചെയ്യാൻ സഹായിക്കും. 25 മിനിറ്റ് കണ്ടിന്യൂസ് പഠിച്ചതിന് ശേഷം 5 മിനിറ്റ് നമ്മൾ റെസ്റ്റ് എടുക്കുക. വീണ്ടും ഒരു 25 മിനിറ്റ് പഠിച്ച് 5 മിനിറ്റ് റെസ്റ്റ് എടുക്കുക. ഇങ്ങനെ ഒരു 4 സൈക്കിൾ ചെയ്തതിന് ശേഷം ലോങ് ടേം ബ്രേക്ക് എടുക്കുകയാണെങ്കിൽ നമ്മുടെ ബ്രെയിനിനും റെസ്റ്റ് കിട്ടും, മെമ്മറി ബൂസ്റ്റപ്പ് ആവുകയും ചെയ്യും. നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ മിക്കവാറും നമുക്ക് റിലേറ്റഡ് ആയിട്ടില്ലാത്ത കാര്യമായിരിക്കാം. അതായത് നമ്മുടെ ഡേ ലൈഫിൽ അതിനൊരു പരിചയവും ഇല്ലാതിരിക്കാം. എന്നാൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തോട് ബന്ധപ്പെട്ടിട്ടുള്ള ഇമാജിനേഷൻ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അത് ബ്രെയിനിൽ കൂടുതലായി സേവ് ആകും. ലാസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് സ്ലീപ്പ്. എക്സാമിൻ്റെ തലേ ദിവസം ഉറക്കമൊഴിച്ച് പഠിച്ച് നമ്മൾ എക്സാം ഹാളിൽ പോകുകയാണെങ്കിൽ അത് നമുക്ക് തികച്ചും മണ്ടത്തരമായിരിക്കും. ഡീപ്പ് സ്ലീപ്പ് ടൈമിലാണ് മെമ്മറി കൺസോൾട്ടേഷൻ നടക്കുന്നത്. അതിൻ്റെ പ്രോസസ്സ് നടക്കുന്നത് നമ്മൾ ഡീപ്പ് സ്ലീപ്പിൻ്റെ സമയത്താണ്. അപ്പോൾ ഉറങ്ങാതെ പഠിച്ചു പോയാൽ നമ്മൾ പഠിച്ചതിൻ്റെ ഏകദേശം 30 മുതൽ 40% വരെ നമ്മുടെ മെമ്മറിയിൽ നിന്നും ഡിലീറ്റായി പോകും. എന്നും ഉറങ്ങാൻ കിടക്കുമ്പോൾ അന്ന് രാവിലെ മുതൽ രാത്രി വരെ സംഭവിച്ച കാര്യങ്ങൾ ഒരു സീരീസായി ഓർത്തെടുക്കാൻ ശ്രമിക്കുക. ഇങ്ങനെ ഡേ ബൈ ഡേ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മെമ്മറി പവർ ദിവസവും കൂടിക്കൂടി വരുന്നതായി നമുക്ക് തന്നെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും.